നമസ്കാരം. ഇന്നലെ ഇന്ത്യയിൽ സംഭവിച്ച വിമാന ദുരന്തം ലോക ദുരന്തമായി മാറിയിരിക്കുകയാണ്. നമ്മള് അടുത്ത സമയത്തൊന്നും ഇങ്ങനൊരു പ്ലെയിൻ ക്രാഷ് ഉണ്ടായിട്ടില്ല. അഹമ്മദാബാദ് എയർപോർട്ടിൽ നിന്നും പറന്നുയർന്ന ഏതാണ്ട് 600 മീറ്റർ കഴിഞ്ഞപ്പോൾ തന്നെ വിമാനം അത് മുകളിലോട്ട് പോകുന്നതിന് പകരം താഴേക്ക് പതിക്കുന്ന ഒരവസ്ഥയുണ്ടാവുകയും പൈലറ്റ് സന്ദേശം കൊടുത്തു അപകടത്തിന്റെ. പക്ഷെ പിന്നെ യാതൊരു കോണ്ടാക്റ്റും ഇല്ലാതെ ആ ദുരന്തം അവിടെ സംഭവിക്കുകയായിരുന്നു. അതിൽ നിന്ന് 241 യാത്രക്കാർ ഉള്ളപ്പോൾ നമ്മൾ എവിടെ ഒരു അപകടം നടന്നാലും മലയാളി അതിനകത്തിൽ കാണും, ഉറപ്പാണ്. അത് തന്നെ ഇന്നലെയും സംഭവിച്ചു. നമ്മുടെ കോഴഞ്ചേരി പുല്ലാട്, പത്തനംതിട്ട ജില്ലയിലെ പുല്ലാടുള്ള നേഴ്സ് രണ്ടിലേക്ക് പോകുന്ന ആ ഫ്ലൈറ്റിലുണ്ടായിരുന്നു. അവരും കഴിഞ്ഞ ദിവസമാണ് ഇവിടെ നിന്ന് യാത്രയായി പോയത്. അവർക്ക് ചെന്നൈക്കാണ് പോയെന്ന് പറയുന്നു. എന്തോ കണക്ഷൻ ഫ്ലൈറ്റ് ആയിരിക്കും, അങ്ങനെ ആയിരിക്കും ഈ അഹമ്മദാബാദിൽ പോയത്. വീട്ടുകാർക്ക് പോലും എവിടെയാണ്, എന്താണ് എന്നുള്ള ഒരു കാര്യത്തിൽ പോലും ഒരു സംശയം നിലനിൽക്കുമ്പോഴാണ് ഈ ഫ്ലൈറ്റ് തന്നെയാണോ പോയത് എന്നുള്ള ആ സംശയവും അവരുടെ വ്യാധികളുമായിരുന്നു നിറഞ്ഞ മണിക്കൂറുകൾ ഉച്ചയ്ക്ക് ശേഷം. ഏതാണ്ട് 1:38 ടേക്ക് ഓഫ് ചെയ്ത വിമാനമാണ്. ഏതാണ്ട് 3-4 മിനിറ്റ് കൊണ്ട് എല്ലാം സംഭവിച്ചു. ഇതില് ഇന്നത്തെ പേപ്പറില് ഞാൻ രാവിലെ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ മാതൃഭൂമി ഫസ്റ്റ് പേജിൽ ഈ ന്യൂസ് വരുമെന്ന് പറഞ്ഞ് നോക്കുമ്പോൾ അവര് പരസ്യമാണ്, ഐമാക്കിന്റെ പരസ്യമാണ് കൊടുത്തേക്കുന്നത്. അത് അവരുടെ ബിസിനസ്. എന്ത് വന്നാലും ഈ മലയാള മനോരമയും മാതൃഭൂമിയൊക്കെ ഇങ്ങനെ കാണിക്കത്തുള്ളൂ. പിന്നെ അകത്തെ പേജില് കുറെ കാര്യങ്ങൾ അവര് കൊടുത്തിട്ടുണ്ട്. അതായത് 241 മരണമാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. മുഴുവൻ ആൾക്കാരും മരിച്ചു എന്ന് കേട്ടപ്പോഴും ഒരാളെ ദൈവം എന്തോ ഒരു സാക്ഷിയാക്കാൻ വേണ്ടിയാണോ ജീവിതം തിരിച്ചു നൽകിയെന്ന് വേണം പറയാൻ. അത് വളരെ അത്ഭുതം എന്നേ പറയാൻ പറ്റുള്ളൂ. എമർജൻസി എക്സിറ്റ് വഴി പുള്ളി പുറത്തേക്ക് ചാടിയത് കൊണ്ടാണ് ഈ ഫ്ലെയിം നിമിഷങ്ങൾക്കുള്ളിൽ, 1 മിനിറ്റ് പോലും എടുത്തില്ല, 30 സെക്കൻഡ് കൊണ്ട് ഏതാണ്ട് അതിനകത്തിൽ തീഗോളമായെന്നാണ് പറയുന്നത്. ഇതൊരു മെഡിക്കൽ കോളേജിന്റെ ഹോസ്റ്റലിലേക്കാണ് ഇടിച്ചിറങ്ങിയത്. അവിടെ ഉണ്ടായിരുന്ന 3 വിദ്യാർത്ഥികൾ മരിച്ചു, 5 വിദ്യാർത്ഥികൾ മരിച്ചു എന്നൊക്കെയുള്ള റിപ്പോർട്ടുകളുണ്ട്. ഇതിന്റെ നിജസ്ഥിതി എന്ന് പറഞ്ഞ കറക്റ്റ് ഒരു കാര്യം ഇപ്പോഴും ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല. എല്ലാം മീഡിയ പറയുന്ന കാര്യങ്ങളാണ്. പിന്നെ ഈ ഫ്ലൈറ്റിനെ കുറിച്ച് നിരവധി അപവാദങ്ങൾ ഉണ്ടെന്നുള്ളതാണ്. അതായത് ഈ ഒരു ഫ്ലൈറ്റ് 11 വർഷം മുമ്പ് വാങ്ങിയതാണ്. 11 വർഷത്തെ പഴക്കമുണ്ട്. വരുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. 1:38 23 നമ്പർ റൺവേയിലൂടെ എയർ ഇന്ത്യ 171 എന്ന ബോയിങ് 78 ശരിക്ക് വിവരണം കൊടുക്കുന്നുണ്ട്. 78 ഡ്രീം ലൈനർ വിമാനം എയർ ഇന്ത്യ ഇവിടെ നിന്ന് ടേക്ക് ഓഫ് ചെയ്യുന്നു. 23 നമ്പർ റൺവേയിലൂടെ ടേക്ക് ഓഫ് വള്ളംകളിയുടെ വിവരണം കൊടുക്കുന്ന മാതിരി അങ്ങ് കൊടുക്കുന്നുണ്ട്. എന്തായാലും ചെയ്യുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇവിടെ കാണുന്നത്. വിമാനം ടേക്ക് ഓഫ് ചെയ്തിരിക്കുന്നു. ടേക്ക് ഓഫ് ചെയ്തതിനു ശേഷം നേരെ മുകളിലേക്ക് ഉയരുന്നു. ഏകദേശം 600 അടി ഉയരത്തിലേക്ക് വിമാനം എത്തുന്നു. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. 600 അടി ഉയരത്തിലേക്ക് എത്തുമ്പോഴേക്കും വിമാനത്താവളത്തിന്റെ പരിധി ലംഘിച്ചു. പക്ഷെ അവിടെ നിന്ന് മുകളിലേക്ക് പോകുന്നതിന് പകരം നേരെ താഴേക്ക് പതിക്കുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. നേരെ താഴേക്കാണ് ആ വിമാനം പതിക്കുന്നത്. ആ മരത്തിനും അപ്പുറത്ത് നിൽക്കുന്ന BJ മെഡിക്കൽ കോളേജിന്റെ ഹോസ്റ്റലിലേക്ക് ഇടിച്ച്. ഇതാണ് സംഭവിച്ചത്. ഇത് ഫ്രീക്വന്റ് ആയിട്ട് ഈ ഓടുന്ന ഒരു ഫ്ലൈറ്റ് തന്നെയാണ്. പക്ഷേ ഇതിന്റെ വിദഗ്ധർ ഇന്നലെ ചൂണ്ടിക്കാണിച്ച പല കാര്യങ്ങളും, ഇതിലെ ജോലി ചെയ്ത ഒരു എയർലൈൻ സ്റ്റാഫ് കൊടുത്ത ഒരു മെസ്സേജും ഒക്കെ നമുക്ക് കാണാനിടയായി. അതിൽ നിന്നൊക്കെ പറയുന്നത് ഇതിനകത്തില് നിരവധി ടൈം കംപ്ലൈന്റുകൾ പലതും ഉണ്ടായിട്ടുണ്ട്. ഒരു പാസഞ്ചർ കാണിക്കുന്നുണ്ടായിരുന്നു,
ഇന്നലത്തെ ആണോ അതിന് മുമ്പുള്ളതാണോ എന്നറിയില്ല. ഇതിന്റെ സീറ്റിന് മുന്നിൽ ഉള്ള ഡിസ്പ്ലേ പലതും വർക്ക് ചെയ്യുന്നില്ല. ക്യാബിൻ ക്രൂവിനെ വിളിക്കുന്ന ഉൾപ്പെടെയുള്ള അതിനകത്തിലെ ആ ഫങ്ഷനിങ് എല്ലാം അതിനകത്തിലെ ഡിസോർഡർ ആയി കിടക്കുകയായിരുന്നു. അപ്പൊ ഈ പല പ്രശ്നങ്ങളും ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും ഇത് കാണിച്ചിട്ടുള്ളതാണ്. പിന്നെ ഈ വിദഗ്ധർ പറയുന്നത് ഇതിന്റെ ഓരോ ഘട്ടങ്ങളിലുള്ള മെയിൻ്റനൻസ് ഉണ്ട്. അത് ABC എന്ന ലെവലിൽ വരും. ഇപ്പൊ ഇത്രയും വർഷം പഴക്കമുള്ള ഒരു ഫ്ലൈറ്റിനെ ഈ സീ ലെവൽ മെയിൻ്റനൻസ് ആണ് ചെയ്യുന്നത്. അത് നിർബന്ധമായും ചെയ്തിരിക്കുമെന്നാണ് പറഞ്ഞത്. സീ ലെവലിൽ ചെയ്യുമ്പോൾ ഇതിന്റെ ഏറെക്കുറെ ഇതിന്റെ ഇൻസ്പെക്ട് ചെയ്യുമ്പോൾ ഇവർ കേബിൾ കംപ്ലീറ്റ് കട്ട് ചെയ്യും. അതിന് കട്ട് ചെയ്യുന്ന ഇതിനകത്തില് ജോയിന്റ് ഒന്നും പാടില്ല. എന്നുവെച്ചാൽ ഇത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് കംപ്ലീറ്റ് പുതിയ വയറിങ്, പുതിയ കേബിൾ ഇടുന്ന ഇതാണ്. അപ്പോൾ അതിനൊക്കെ ഒരു ഭീമമായ തുക ഈ കമ്പനിക്ക് പോകും. അതുകൊണ്ട് തന്നെ ഇവർ ചിലപ്പോൾ ഈ കേബിളുകൾ കട്ട് ചെയ്യാതെ പ്രൊട്ടക്ട് ചെയ്യും. അപ്പൊ അതൊക്കെ ഈ കറക്റ്റ് സിഗ്നലിങ്ങിന് ഉണ്ടാകുന്ന തടസ്സങ്ങളൊക്കെ ഉണ്ടാകാൻ ഒരു സാധ്യതയുണ്ട് എന്ന് ഒരു പൈലറ്റ് പറയുന്നുണ്ട്. പിന്നെ ഇതിന്റെ മുകളിലേക്ക് പോകുമ്പോൾ ഉയരുന്ന ലാൻഡിങ് വീല് ഇറങ്ങി വന്നിട്ടുണ്ട്. ചിലപ്പോൾ പൈലറ്റ് ഇത് ലാൻഡ് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്താൻ വേണ്ടിയായിരിക്കും ലാൻഡിങ് ഗിയർ ഇത് ഇട്ടേക്കുന്നത്. പക്ഷെ അതും താഴേക്ക് അത് ആകർഷണം, ഭൂമിയിലേക്കുള്ള ആകർഷണം കൂടുന്നതിന് കാരണമായി എന്നൊക്കെ ഉള്ള വിദഗ്ധരുടെ അഭിപ്രായമാണ്. നമുക്കിതിനെ കുറിച്ചൊക്കെ നമ്മൾ ഇവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കുക അല്ലെങ്കിൽ വിശ്വസിക്കുക എന്നുള്ളത്. പക്ഷെ ഇതിനകത്തിൽ ദുരന്തത്തില് ടാറ്റ 1 കോടി രൂപ വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞു. എന്നാൽ പോലും ഇതിനകത്ത് ഇപ്പൊ മൊത്തം 250 പേരിൽ കൂടുതൽ മരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആ കെട്ടിടത്തിന് വന്നിട്ടുണ്ട്. എന്ത് വന്നാലും ശരി, അവർക്കൊരു 300 കോടി രൂപയ്ക്ക് അകത്തുള്ള കോമ്പൻസേഷനാണ് ഇപ്പോൾ അവരുടെ നിലവിലുള്ളത്, ബിൽഡിംഗ് വെച്ചു കൊടുത്തപ്പോൾ. എന്ന് പറഞ്ഞാൽ ഒരാളുടെ ജീവൻ 1 കോടി രൂപയെ ടാറ്റ ഇട്ടിട്ടുള്ളൂ. ഇപ്പോൾ ടാറ്റയെ കുറിച്ച്, സ്റ്റുഡിയോയെ കുറിച്ചുള്ള വിവാദങ്ങളൊക്കെ പടരുന്ന ഒരു സമയമാണ്. ഇന്നലെ ഈ സമയത്തും ആളുടെ പേര് പറയുന്നില്ല, ടാറ്റയുടെ എയർ ഇന്ത്യ ഇപ്പോൾ ടാറ്റയാണ് നടത്തുന്നത്. ഒരാളിട്ടൊരു മെസ്സേജ്, മനസാക്ഷി ഇല്ലാത്ത ഒരുത്തൻ, ഒരു പേര് ഞാൻ പറയുന്നില്ല, ഇപ്പം ടാറ്റയുടെ വിമാനത്തിൽ 245 പേര്, 241 പേര് എന്തോ പുറം ലോകം കണ്ടു എന്നും പറഞ്ഞൊരു മെസ്സേജ് ഇട്ട്. അപ്പൊ അതിനെക്കുറിച്ച് ഇന്നലെ ചർച്ചകൾ വന്നു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇതിലുള്ള അവർക്ക് വന്നാലേ ഇത് പഠിക്കത്തുള്ളൂ. ഇത്രയും കുടുംബങ്ങൾക്ക് നേരിട്ട ദുഃഖം നമുക്കറിയാം. കേരളത്തിൽ നിന്ന് ഒറ്റ ഒരാൾ മാത്രമാണെങ്കിൽ പോലും അവർക്കുണ്ടായ, അവരുടെ കുടുംബത്തിനുണ്ടായ ഒരു ആൺകുട്ടി, 10-ല് ഇളയ ഒരു പെൺകുട്ടി, നല്ല മിടുക്കിയൊരു കൊച്ച്, ഇന്നലെ ഉമ്മ കൊടുത്ത് തിരികെ കാണാം എന്നും പറഞ്ഞ്, എന്നിട്ട് വീഡിയോ കോൾ ചെയ്യാം എന്ന് പറഞ്ഞു പോയ അമ്മ, സ്കൂളിൽ നിന്ന് ബാഗുമായി വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ ചെറിയ അപകടം നടന്നിട്ടുള്ള അമ്മയാണെങ്കിൽ എനിക്ക് തരണം ഫോൺ എന്ന് പറഞ്ഞ നൊമ്പരപ്പെടുത്തുന്ന കാഴ്ചകളാണ് ഇന്നലെ പുല്ലാട് നഴ്സിന്റെ വീട്ടിലുണ്ടായത്. ഈ കുട്ടി എന്ന് പറയുന്നത് ഒമാൻ സലാലയിലെ, മസ്കറ്റ് സലാലയിൽ 8 വർഷം ജോലി ചെയ്തതിന് ശേഷമാണ് ഈ ലണ്ടനിലേക്ക് പോകുന്നത്. അപ്പോൾ അവിടെ ജോലി ചെയ്ത ആൾക്കാർ അവരുടെ വികാരം പങ്കുവയ്ക്കുന്നത് ഈ കുട്ടിയെക്കുറിച്ച് നമുക്കത് കേൾക്കാം. ഞെട്ടലാണ് ഇന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായത്. പ്രത്യേകിച്ച് രഞ്ജിത എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഒരു ചിരിക്കുന്ന മുഖമാണ്. എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും അതിനെ ചിരിച്ചുകൊണ്ടാണ് രഞ്ജിത നേരിട്ട് ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. ഇവിടെ ഒരു 4 കൊല്ലമായിട്ട് ഈ തൊട്ടപ്പുറത്ത് തന്നെ ഞങ്ങളുടെ മുറിയുടെ മുന്നിൽ തന്നെയായിരുന്നു താമസം, മക്കളും അമ്മയായിട്ടൊക്കെ. എല്ലാ ആഘോഷങ്ങളും, ഈദും ഓണവും വിഷുവും ഈസ്റ്ററും എല്ലാം ഒരുമിച്ച് ആഘോഷിച്ചാൽ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ അത് ആ ചിരിക്കുന്ന മുഖം മനസ്സിൽ നിന്ന് മാറുന്നില്ല. ഇതാണ് കൂടെ ജോലി ചെയ്തവരുടെ പ്രതികരണം. എപ്പോഴും ചിരിക്കുന്ന ഒരു മുഖം, ഒരു നല്ല സേവന തൽപരതയുള്ള അവിടുത്തെ എല്ലാ ആഘോഷങ്ങളിലും പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയെ. മക്കളും അവിടെ ആയിരുന്നു. നാട്ടിലേക്ക് ഒരു ചെറിയ വീടിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടില്ല.
ആ വീടിന്റെ ഏകദേശം പാലുകാച്ച് എന്ന കർമ്മം മാത്രമേ നടത്തിയിട്ടുള്ളൂ. ബാക്കി പണികളും മറ്റും ഇരിക്കുന്നു. ഇവരുടെ കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ രണ്ട് സഹോദരങ്ങളുടെ കാര്യമൊക്കെ പറഞ്ഞു. പക്ഷെ ഭർത്താവിന്റെ കാര്യമൊന്നും ഇതുവരെ ഒന്നും കേൾക്കുന്നില്ല. എന്താണ് അതിന്റെ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. അപ്പൊ ഏതായാലും ശരി, ആ കുട്ടികളുടെ ഭാവി നമുക്ക് കേരളക്കാർക്ക് ഒരു തീരാ നോവായി മാറി. അല്ലെങ്കിൽ ഭാരതം അല്ലെങ്കിൽ ലോകം ഒട്ടാകെ തീരാ നോവായി വരുമ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു കുട്ടിക്ക് ഇത് സംഭവിച്ചല്ലോ എന്നുള്ള ഒരു ഏറ്റവും വലിയ വേദനയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. വലിയ താഴ്ചയിലേക്ക് താഴുന്നതായി മനസ്സിലാക്കി എന്നുള്ളതാണ്. രമേശ് ഇരുന്നത് 11A സീറ്റ് നമ്പർ ആണ് എന്നതാണ്. ഈ 11ാം സീറ്റ് നമ്പറിന് ഇടയിൽ ആണ് എമർജൻസി എക്സിറ്റ്, അതായത് എമർജൻസി എക്സിറ്റ് വഴി പുറത്തേക്ക് ചാടി. അദ്ദേഹത്തിന്റെ കാലിൽ എന്തൊക്കെയോ ചെറിയ പരിക്കുകളൊക്കെ ഉണ്ട്. ചാടിയ സമയത്തുണ്ടായ, എന്നാലും അദ്ദേഹം നടന്നു പോകുന്നു. എന്തോ ഒരു അദൃശ്യ കരങ്ങൾ അവിടെ പ്രവർത്തിച്ചെന്ന് തന്നെ പറയണം. ദൈവത്തിന്റെ പുള്ളിക്ക് മാത്രമേ ഉള്ളൂ ആയുസ്. എത്ര കുട്ടികൾ അതിനകത്ത് പോയി, 10-12 കുട്ടികളുണ്ടായിരുന്നു പറഞ്ഞത്. അപ്പോൾ ഇനിയും ഇതിന്റെ കാഷ്വാലിറ്റി ഈ മെഡിക്കൽ വിദ്യാർത്ഥികൾ പലരും ICUവിലൊക്കെയാണെന്ന് കേൾക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ എത്രത്തോളം ഇനിയും അപകടത്തിൽ പെട്ടവരുടെ കാര്യങ്ങൾ ബാക്കി നിൽക്കുന്നു. സർക്കാർ ഇതിനൊരു സർക്കാർ തല അന്വേഷണം പ്രഖ്യാപിക്കും എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇതിന് ഏവിയേഷന്റെ ഡിപ്പാർട്ട്മെന്റ് അവരുടെ അന്വേഷണത്തിന് ഇന്നലെ ഒരു പൈലറ്റ് പറയുന്നത് മാസങ്ങളോ വർഷങ്ങളോ തന്നെ എടുക്കുമെന്ന് പറഞ്ഞത്. ഇതിന് പല ലെവലിലുള്ള അന്വേഷണങ്ങളുണ്ട്. അപ്പൊ നമുക്കൊക്കെ അതിന് ആധികാരികമായി ഒന്നും അറിയത്തില്ല പോലും. ഇതിന്റെ വെയിറ്റ് സംബന്ധിച്ചിട്ട് 208 ടൺ വെയിറ്റ് ആണ്. അപ്പൊ ഇതിനകത്തിൽ 218 ടൺ വെയിറ്റ് ഈ ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്തുണ്ടായിരുന്നു. ഇതിന് 224 ടൺ വെയിറ്റ് വരെ ഇത് ലോഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ബോയിങ് ആണ്. അപ്പോൾ അത് വെയിറ്റൊക്കെ ഒരു ബാലൻസ്ഡ് ആയിട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. പക്ഷെ എന്ത് സംഭവിച്ചു എന്നുള്ളത്, ഇതിന് ത്രസ്റ്റ് എന്ന് പറഞ്ഞ ഇത് മുകളിലോട്ട് ഉയരുന്നതിനുള്ള ആ ഒരു സിസ്റ്റം വർക്ക് ചെയ്തില്ല. 2 ഇഞ്ചിനും ഒരേ പോലെ തകരാറിലായി എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ശരി, ഇത്രയും പഴക്കമുള്ള ഫ്ലൈറ്റുകൾ നമുക്കറിയാം. ബോംബെയിലൊക്കെ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ ഒരു മിനിറ്റുകൾക്കുള്ളിലാണ് ഫ്ലൈറ്റുകൾ ഇത് ടേക്ക് ഓഫ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും ഇതിങ്ങനെ KSRTC ബസ് സ്റ്റാൻഡിലേക്ക് ബസ് ഇറങ്ങുന്ന മാതിരി പോകുന്ന ഈ സാധനത്തിന്റെ കൺട്രോളൊക്കെ എത്രത്തോളം സെൻസിറ്റീവ് ആണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇത്രയും പഴയ ഈ ഫ്ലൈറ്റുകൾ, എയർ ഇന്ത്യയുടെ എത്ര ദുരന്തങ്ങൾ നമ്മൾ ഇന്ത്യയിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ ഏറ്റവും വലിയൊരു ദുരന്തമായി ഇത് വരുമ്പോൾ ഇനിയുമെങ്കിലും ഈ ടാറ്റയ്ക്കോ ബിർളയ്ക്കോ ആർക്ക് വേണേലും ഈ എയർ ഇന്ത്യ ഏൽപ്പിക്കുമ്പോൾ കൃത്യമായ ഗവൺമെന്റിന്റെ ശ്രദ്ധ ഈ ഫ്ലൈറ്റിന്റെ കാര്യത്തിൽ ഉണ്ടായില്ലെങ്കിൽ നാളെയും ഇതുപോലെയുള്ള വൻ ദുരന്തങ്ങൾക്ക് നാം സാക്ഷ്യം വഹിക്കേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.